അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി മാധ്യമങ്ങളെ കണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം റെയിൽവേയുടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. And the work is progressing very well. So what will be the cost of 7 high-speed? I'll tell you in detail. All right. Thank you. അശ്വിനി വൈഷ്ണവ് വെവ്വേറെ മാധ്യമങ്ങളെ കണ്ട് ഓരോ സംസ്ഥാനത്തിനും അനുവദിച്ചിട്ടുള്ള വിഹിതം സംബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കേരളത്തെ സംബന്ധിച്ച് 3975 കോടിയുടെ റെയിൽവേ ബജറ്റ് വിഹിതമാണ് സംസ്ഥാനത്തിന് അനുവദിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെയിൽവേ മന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് 10 ഇരട്ടി UPA സർക്കാരിനേക്കാൾ 10 ഇരട്ടിയുടെ വർധനവാണ് ഈ വിഹിതത്തിൽ വരുത്തിയിരിക്കുന്ന അവകാശവാദം റെയിൽവേ വകുപ്പ് മന്ത്രി നടത്തിയിരിക്കുന്നു. മംഗളൂർ ഷൊർണൂർ 3-ാം പാതയ്ക്കുള്ള DPR ഉടൻ പൂർത്തിയാകും. ഷൊർണൂർ എറണാകുളം 3-ാം പാത DPR തയ്യാറാക്കൽ അന്തിമഘട്ടത്തിലേക്കാണ്. തിരുവനന്തപുരം നാഗർകോവിൽ 3-ാം പാതയ്ക്കുള്ള സർവേ നടക്കുന്നു. എന്നടക്കം നമ്മൾ ഉറ്റുനോക്കുന്ന അങ്കമാലി ശബരിപാതയ്ക്ക് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചു എന്നടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, അങ്ങനെ ഈ ബജറ്റിന് അപ്പുറത്തേക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെയിൽവേ മന്ത്രി തന്നെയാണ് വിശദീകരിക്കുന്നത്. അത് കേരളത്തിൽ നടക്കുന്ന മാധ്യമങ്ങളോട് വെവ്വേറെ പറയുകയും സംസ്ഥാന സർക്കാരിന് എന്തൊക്കെ വിഹിതം അനുവദിച്ചു എന്ന് മുൻകാലങ്ങളെ പോലെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ കേരളത്തിന് കിട്ടിയ ബജറ്റ് വിഹിതം സംബന്ധിച്ച് അതിൽ വലിയ അവകാശവാദം കൂടി കേന്ദ്രമന്ത്രി ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് കേരളത്തിലുള്ള പുതിയ പദ്ധതികൾ, എന്തെങ്കിലും ഉണ്ടോ? ഈ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയ റെയിൽവേ ഈ ബഡ്ജറ്റിലെ വിഹിതത്തെ സംബന്ധിച്ചായിരുന്നു ഇന്ന് അശ്വിനി വൈഷ്ണവ് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 3800 കോടി രൂപയുടെ പദ്ധതിയാണ് നീക്കിവച്ചിരിക്കുന്നത്, അല്ലെ റെയിൽ പദ്ധതി വിഹിതമാണ് നീക്കിവച്ചിരിക്കുന്നതെന്നാണ് റെയിൽവേ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഏറ്റവും സമീപകാലത്തെ ഏറ്റവും വലിയ വിവാദ വിഷയങ്ങളിൽ കൃത്യമായ ഉത്തരം നൽകുവാൻ വേണ്ടി മന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ശ്രീധരനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മന്ത്രി പറഞ്ഞത് താൻ കഴിഞ്ഞ തവണ ഈ ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിന്റെ റെയിൽ വികസനത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഈ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ റെയിൽവേ കാര്യങ്ങളിൽ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് തന്റെ പിന്തുണ ഉണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. മറിച്ച് ഈ റെയിൽവേ കേരളത്തിലെ ഹൈസ്പീഡ് റെയിൽവേ സംബന്ധിച്ച പദ്ധതിക്ക് DMRCക്കോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള DPR തയ്യാറാക്കുന്നതിന് ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാൻ വേണ്ടി മന്ത്രി തയ്യാറായില്ല. ഒരു ഘട്ടത്തിൽ ആ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടപ്പോൾ മന്ത്രി ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇതിലുള്ള അതായത് ബാലു, ഇന്നിപ്പോൾ ഓഫീസ് തുറന്നുകൊണ്ട് ഈ ശ്രീധരൻ മുന്നോട്ട് പോവുകയാണ്. അവിടെ സർവേ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഒരു ചോദ്യം. കാരണം ബജറ്റിലെ ഈ സംഭവത്തെ കുറിച്ച് ഒന്നും പരാമർശമേ ഇല്ല. അപ്പോൾ പുറത്തൊരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മന്ത്രിയോട് ഒരു വ്യക്തത സ്വാഭാവികമാണ് ചോദ്യം വരിക. അതിലൊരു വ്യക്തത വരുത്താൻ മന്ത്രി തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അവ്യക്തത നിലനിൽക്കുന്നു ഇക്കാര്യത്തിൽ എന്ന് പറയേണ്ടി വരുമോ? തീർച്ചയായും ഇക്കാര്യത്തിൽ അവ്യക്തത എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മന്ത്രിയുടെ വാക്കുകളിൽ മന്ത്രി ഈ ശ്രീധരന്റെ ഈ നടപടികൾക്ക് അല്ലെങ്കിൽ ഈ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ എന്നൊരു പദം മാത്രമാണ് പറഞ്ഞത്. ആവർത്തിച്ച് അദ്ദേഹത്തോട് ഈ DMRCക്കും അതുപോലെ തന്നെ ഈ ശ്രീധരനെയും ഈ പഠനം നടത്തുന്നതിന് DPR തയ്യാറാക്കുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. പിന്നീട് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുവാനും തയ്യാറായില്ല. ഫലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അവ്യക്തത നിലനിർത്തിക്കൊണ്ടാണ് അശ്വിനി വൈഷ്ണവിന്റെ ഈ വാർത്താ സമ്മേളനം അവസാനിച്ചിരിക്കുന്നത്. ബാലു, അതായത് ഈ അതിവേഗ റെയിൽവേ എന്നത് നമ്മൾ എടുത്ത് ചോദിക്കുന്നത് ഏറ്റവും പുതിയ അപ്ഡേഷനാണ്. അതിന്മേൽ ഈ ശ്രീധരൻ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊക്കെ കേന്ദ്രത്തിന്റെ അനുമതി വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഈ അതിവേഗ റെയിലിനോട് കേന്ദ്ര സർക്കാരിന് എന്തായാലും സ്വാഭാവികമായിട്ടുള്ളൊരു മമത മറ്റ് സ്റ്റേറ്റിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊരു ക്ലാരിറ്റി എളുപ്പം തന്നെ വരുത്താം. മാത്രമല്ല ഈ ശ്രീധരൻ ഇങ്ങനെയൊരു പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയുള്ള റോള് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മന്ത്രിക്ക് എന്തുകൊണ്ട് പറയാതെ പോകുന്നു? അപ്പോൾ ഈ പദ്ധതി ഇന്നത്തെ ഈ തിടുക്കം, ശ്രീധരന്റെ തിടുക്കം, അത് തുലാസിലേക്ക് പോവുകയാണോ?
ഈ പദ്ധതി സംബന്ധിച്ചുള്ള അവ്യക്തത നിലനിൽക്കുകയാണ്. കാരണം ഈ മറ്റ് 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈസ്പീഡ് റെയിൽവേ അഥവാ ബുള്ളറ്റ് കോറിഡോറിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഇന്നലെ ബഡ്ജറ്റിലുണ്ടായിരുന്ന പ്രഖ്യാപനങ്ങളെ സംബന്ധിക്കുന്ന മന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. പക്ഷെ കേരളത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം മൗനം പാലിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഈ പറയുന്നത് പോലെ, അതായത് വി ശ്രീധരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ ആ വ്യക്തത അതിനൊരു വ്യക്തമായ ഒരു ഉത്തരം നൽകുവാൻ മന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്റെ പിന്തുണ ഉണ്ട്, പക്ഷെ പിന്തുണയ്ക്കപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ഈ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് മന്ത്രി ഇപ്പോൾ വ്യക്തത വരുത്താതെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്.